ഇത് വാട്ടർ പമ്പിലൂടെ കൂളൻ ലീക്കായിട്ട് വാട്ടർ പമ്പ് മാറാൻ വേണ്ടി വന്ന വണ്ടിയാണ് കേട്ടോ. ഇൻഫിനിറ്റിയുടെ ചില മോഡലുകളിലും അതേപോലെ നിസാൻ്റെ ചില മോഡലുകളിലും ഈ ഒരു V8 എഞ്ചിനുണ്ട്. ഈ ടൈപ്പ് എഞ്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാട്ടർ പമ്പ് അഴിക്കണം എന്നുണ്ടെങ്കിൽ ടൈമിംഗ് കവർ അഴിക്കണം, അതേപോലെ ടൈമിംഗ് ചെയിനും കാര്യങ്ങളൊക്കെ അഴിക്കണം. കാരണം ടൈമിംഗ് ചെയിനിൽ നിന്നാണ് വാട്ടർ പമ്പിന് ഡ്രൈവ് കിട്ടുന്നത്. വാട്ടർ പമ്പിലൂടെ കൂളൻ്റ് ലീക്കായി എഞ്ചിൻ ഓയിൽ മിക്സായി കഴിഞ്ഞാൽ എഞ്ചിൻ്റെ പ്രവർത്തനത്തെ തന്നെ അത് ബാധിക്കും. അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് 2 ഹോളുകൾ ഈ ഒരു കവറിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണാം. അഥവാ വാട്ടർ പമ്പ് ലീക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 ഹോളിൽ കൂടെ കൂളൻ്റ് എഞ്ചിൻ്റെ പുറത്തേക്കാണ് പോകുക. നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടികളിൽ ഈ ടൈപ്പ് V8 എഞ്ചിനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂളൻ്റ് ലെവലിൽ കുറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വാട്ടർ പമ്പ് ലീക്ക് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഒരു ലെഫ്റ്റ് സൈഡ് ഭാഗത്ത് എഞ്ചിൻ്റെ പുറകിലായിട്ട്, എഞ്ചിൻ്റെ ഫുൾ പുറകിലല്ല, ടൈമിംഗ് കവറിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഈ ഒരു ഏരിയയിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതേപോലെ കൂളൻ ലീക്കായതിൻ്റെ പാടുകൾ കാണാം. ഈ ടൈപ്പ് എഞ്ചിൻ ഡിസൈൻ ചെയ്ത എഞ്ചിനീയർമാർ ചെയ്തത് വല്ലാത്തൊരു ചെയ്തായിപ്പോയി. കാരണം ഈ ഒരു വാട്ടർ പമ്പ് അഴിച്ചു മാറ്റണം എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് സാധനങ്ങൾ റിമൂവ് ചെയ്യണം. അത്ര ഈസി ആയിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല അത്. മാത്രമല്ല കസ്റ്റമറുടെ പോക്കറ്റും കാലിയാവും. അപ്പോൾ ശ്രദ്ധിക്കുക, മാക്സിമം കൂളൻ്റ് തന്നെ യൂസ് ചെയ്യുക, എങ്കിലേ നമുക്ക് വാട്ടർ പമ്പിൻ്റെ ലൈഫ് കൂടുതൽ കിട്ടുകയുള്ളൂ.